വിദ്യാർത്ഥികൾ മക്കൾ ഉപേക്ഷിച്ച വൃദ്ധന് തുണയായി. മക്കളും ബന്ധുക്കളും വഴിയരികിൽ ഉപേക്ഷിച്ച ശിവകുമാർ സ്വാമിയെ പോലീസിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു സംഘം വിദ്യാർത്ഥികളും ടെക്കുകളും ചേർന്ന് രൂപം നൽകിയ ഹോപ്പ് എന്ന സംഘടനയാണ് വിഷുദിനത്തിൽ ഭക്ഷണപ്പൊതികളുമായി ഇറങ്ങിയത്. അശരണനായ നിരവധി പേർക്ക് ഇവർ പൊതിച്ചോറുകൾ നൽകി. തകരപ്പുറമെത്തിയ ഹോപ്പിന്റെ പ്രവർത്തകർ കടത്തിനിൽ കിടന്ന ശിവകുമാർ സ്വാമിയെ കണ്ടു. ചേട്ടന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹമാസകലം ഈ പറഞ്ഞ പോലെ മലിനീകരണപ്പെട്ടത്, ഡ്രസ്സെല്ലാം ഒരുമാതിരി ചീത്തയായി. ഒരു കാലത്ത് ശിവകുമാർ എന്ന മണിസ്വാമിയുടെ ഭക്തിഗാനസ്തുത കേൾക്കാൻ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. വാർദ്ധക്യം തളർത്തിയപ്പോൾ സ്വാമിയെ മക്കൾക്കും ആരാധകർക്കും ബന്ധുക്കൾക്കും വേണ്ടാതായി. 6 മാസം മുമ്പ് ഒപ്പമുണ്ടായിരുന്ന അമ്മയും മരിച്ചു. കടത്തിണ്ണുകളിലായി ജീവിതം. ആരെങ്കിലും നൽകിയ ഭക്ഷണം കൊണ്ട് വിശപ്പകറ്റി. മലമൂത്ര വിസർജ്യങ്ങൾക്കിടയിൽ കിടന്ന സ്വാമിയിൽ നിന്നും ദുരിതജീവിതം ഹോപ്പിന്റെ പ്രവർത്തകർ മനസ്സിലാക്കി. പോലീസിനെയും കൗൺസിലറെയും വിവരം അറിയിച്ചു. ഹോപ്പിന്റെ പ്രവർത്തകർ മണിസ്വാമിയെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രങ്ങൾ നൽകി. പോലീസ് മക്കളെ വിളിച്ചു വരുത്താൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് പോലീസിന്റെ സഹായത്തോടെ മണിസ്വാമിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങനെ പാവങ്ങളുടെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഇറങ്ങിയ ന്യൂജൻ മണിസ്വാമിക്കും തുണയായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.